അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വിവാദമായ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയ സിറാജിൻ്റെ ഭാര്യ അസ്മ മരിച്ചത്. ഇതിൻ്റെ പേരിൽ ഇവിടെ യുക്തിവാദികളും വർഗീയവാദികളും മുസ്ലിമീങ്ങളെ ഇസ്ലാം മതത്തിനെ തേജോവധം ചെയ്തുകൊണ്ട് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ടവൻ, അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ ഒരു മതത്തിനെയും അംഗീകരിക്കാത്ത സർവ്വ മതത്തിനെയും ഇവിടെ നിഷേധിച്ച് എല്ലാ മതങ്ങളെയും ഇകഴ്ത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവൻ ഇസ്ലാമിൻ്റെ കാര്യം പറയാനും മുസ്ലിമീങ്ങളുണ്ട്, ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഇവന് ഇവിടെ പറയുന്നത് എന്താണ്? ഇതിവിടെ ചെയ്തത് ഇവിടുത്തെ പണ്ഡിതന്മാരെ ആഹ്വാനപ്രകാരമാണെന്നും അത് ഇസ്ലാമിൻ്റെ കുഴപ്പമാണ്, മുസ്ലിമീങ്ങളെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന ഇവൻ പ്രസവിച്ചത് എവിടെയാണെന്ന് ആദ്യം നോക്കണം. ഇവനെ പ്രസവിച്ചത് ഇവിടെയാണ്. പഴയ കാലത്ത് ഇപ്പോൾ ആസ്പത്രി ഉണ്ടാകുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഒരു 10-30-40 കൊല്ലം മുമ്പൊക്കെ പ്രസവിച്ച ആളുകൾ അധികവും വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും പ്രസവിക്കുക. ഇവിടെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് പ്രസവിക്കാതെ ആസ്പത്രിയിൽ കൊണ്ടുപോയി പ്രസവിച്ചതിൻ്റെ അവിടെ അവർക്ക് കൈപ്പശക് പറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇത് ഈ യുക്തിവാദിയായി ആരിഫ് ഏറ്റെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്. ഒരു 20 വർഷം മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു ഏക പെങ്ങൾ, അവളെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡോക്ടർ കൊന്നു എന്നാണ്. ഉബൈദ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അരീക്കോട്. അന്ന് ആണുങ്ങളെത്തേക്ക് മുസ്ലിമീങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, അത് വിലക്കിയിട്ടുണ്ട് എന്നാണല്ലോ ആരിഫ് പറയുന്നത്. അന്ന് ഇവിടെ അടുത്തുള്ള ഞങ്ങൾ എന്താണ് ഇവിടെ ഇസ്ലാമിൻ്റെ നിയമം എന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ നിയമം എല്ലാവരും ആഗ്രഹിക്കണം അതന്നെ. ഒരു സ്ത്രീനെ പരിചരിക്കാൻ ഏറ്റവും ഉത്തമ സ്ത്രീയാണ്. ആ സ്ത്രീ ഇല്ലാത്ത സമയത്താണ് ആണുങ്ങളെ ഉപയോഗിക്കുക. എന്നാൽ സ്ത്രീകളുടെ കാര്യം രഹസ്യവും പരസ്യമൊക്കെ അധികം അറിയുന്ന സ്ത്രീകളാണ്. ഇത് അറിയണമെങ്കിൽ കുറേ കാര്യമൊന്നുമില്ല. അവനവൻ്റെ കാര്യങ്ങൾ, ഈ ഒരു സ്ത്രീൻ്റെ മർമ്മങ്ങളും അല്ലാത്തതും ഒക്കെ അറിയുന്നത് സ്ത്രീകളായിരിക്കും. എന്നാൽ എൻ്റെ പെങ്ങൾ മരിച്ച സമയത്ത് ഈ പ്രസവത്തിന് കുറേ വൈകിയത് കാരണം, വൈകിച്ചാൽ കുറേ കല്യാണം കഴിച്ച് കുറേ കഴിഞ്ഞ ശേഷമാണ് കുട്ടികളുണ്ടാകുന്നത്. 10-12 കൊല്ലം കഴിഞ്ഞ ശേഷം. അങ്ങനെ അടുത്തുള്ള ഡോക്ടർ എന്നുള്ള നിലക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ, അരീക്കോട്ടുള്ള ഉബൈദ് എന്ന് പറയുന്നൊരു വ്യക്തിയെ അവൻ്റെ അടുക്കുന്നായിരുന്നു പ്രസവിച്ചിരുന്ന. ആ പ്രസവത്തോടു കൂടെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പുറത്തെടുത്ത സമയത്ത് അവൾ പറഞ്ഞതാണ്, എന്നെ ഇനി വേറെടുക്കും കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞാണ് എന്നെ എടുക്കും കൊണ്ടുപോകേണ്ട, എന്നെ അവൻ കൊന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഈ ആരിഫിനെ പോലത്തെ ഏറ്റെടുക്കുമോ? അപ്പം മരണം സ്വാഭാവികമായിട്ട് നമ്മളതിൽ മുസ്ലിമീങ്ങൾക്ക് അതിലുള്ള സമാധാനിപ്പിക്കാനുള്ളത് എന്താണ്? അള്ളാഹ് കണക്കാക്കിയ സമയമായപ്പോൾ അത് സംഭവിച്ചു. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ അത് സംഭവിക്കൂലായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അള്ളാഹ് കണക്കാക്കിയ, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയുള്ളത്, അള്ളാഹ് കണക്കാക്കിയ സമയമാകുമ്പോൾ മരിക്കും. എന്നാലും ഇവിടെ ഡോക്ടറെ കാണിക്കാൻ പാടില്ല എന്നോ ഡോക്ടർക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നോ ഇസ്ലാമിക നിയമമില്ല. ഇവിടെ സിംസാറിലൊക്കെ പൊതുവെ പറഞ്ഞു, ഇത് സ്ത്രീകളെ ഡോക്ടറെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈനോട് പറയുന്നത് ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെ കാര്യങ്ങൾ നോക്കാൻ സ്ത്രീകളാണ് വേണ്ടതെന്ന്. അതെല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാ സർവ്വ മതങ്ങളും അംഗീകരിക്കുന്നതാണ്, സർവ്വ ആളുകളും. കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർ സ്ത്രീകളെ പ്രസവെടുക്കേണ്ട സ്ത്രീകളാണ്. ഇനി സ്ത്രീകളില്ലാഞ്ഞാൽ അതിനെപ്പറ്റി പരിചയമുള്ള ആളുകൾ. അപ്പോൾ ഇത് മതത്തിൻ്റെ നിയമം തന്നെയാണ്. ഒരു ഡോക്ടറെ നമ്മളെ സമീപിക്കുമ്പോൾ ഇങ്ങനത്തെ ആളുകളെ സമീപിക്കുമ്പോൾ സ്ത്രീകളെ കാര്യങ്ങൾക്ക് സ്ത്രീകൾ തന്നെ ആവണം. ഇനി സ്ത്രീകളില്ലെങ്കിൽ മറ്റുള്ളവരും കാണിക്കാം. ഇതൊക്കെ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അറിയുന്നത് പോലെ യുക്തിവാദികൾക്കും അന്യർക്കും അറിയില്ലല്ലോ. ഇതൊന്നും പഠിക്കണമെങ്കിൽ ഇത് നമ്മളെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ഇസ്ലാമിലുള്ള. ഇപ്പം ഇതൊക്കെ ഇട്ടുകാണ്ട് എന്താണെന്നറിയാം, ഏതോ ഒരാൾ ഈ മറ്റേ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
നാട്ടുകാരെ അറിയിക്കാതെ അങ്ങപ്പുറത്ത് കൊണ്ടുപോയി ആ മയ്യത്ത് കൊണ്ടുപോകുന്നതിൽ തന്നെ ഇസ്ലാമിനെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ അതിനൊക്കെ നിബന്ധന ഉണ്ട്. ഒരു നാട്ടിൽ നിന്ന് മയ്യത്ത് നീക്കം ചെയ്യണമെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളെ മേലിൽ ബാധ്യതയാണ് മരിച്ചാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക എന്നുള്ളത്. ആ ബാധ്യത നിറവേറ്റിയിട്ടേ വേറെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ അവിടെ ചോദ്യം വരുന്നുണ്ട്. ഇതൊന്നും ഇസ്ലാമിൻ്റെ മേൽ വെച്ചിട്ടുണ്ട. അവിടെ ചെയ്തതും അയാൾ ചെയ്തതും ഒന്നും ദീനല്ല. അയാൾ തലികെട്ടിട്ടീന്ന് കരുതിയാണ്ട് പണ്ഡിതനാവില്ല. ഞാൻ പറയുന്നത് പോലെ എന്ത് ഇൽമുണ്ടായിട്ട് കാര്യമില്ല. ഇൽമ ഉപകാരപ്രദമാണ്. നാഫിയല്ലാത്ത ഇൽമിനെ തൊട്ട് റസൂലുള്ള കാവലിനെ തേടിയതാണ്. നമ്മളോട് തേടാൻ പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നാ നഅൂദുബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹനെ ഭയപ്പെടാത്ത ഹൃദയത്തിനെ തൊട്ട് എന്നപോലെ ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ തൊട്ട്. അപ്പോൾ എന്നാൽ ഈ വിഷയം എടുത്ത് വെച്ചുകൊണ്ട് അത് ഇങ്ങനത്തെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ എന്ത് ചെയ്യണം, അതിൽ കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണം. എത്ര ആളുകൾ ഇവിടെ എന്താണ് സ്വന്തം ഭാര്യമാരെ കൊല്ലുന്നു, എന്നപോലെ മക്കളെ കൊല്ലുന്നു. ഇപ്പം നാൾ കണ്ടില്ലേ ഈ ഒരു മകനെ ഉമ്മാനും ബാപ്പാനെയൊക്കെ കൊന്ന്. ഇത് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെറ്റത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യുക്തിവാദികൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ആരിഫിനെ പോലത്തെ ഉറഞ്ഞുകൊണ്ടിട്ടൊരു കാര്യമില്ല. ഇവിടെ മതസൗഹാർദ്ദത്തോടുകൂടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്നായിട്ട് കാണാനും ഇവിടെ എന്താണ് സൗഹാർദ്ദം നിലനിൽക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം ഈ വ്യക്തി ചെയ്തത് ഇവിടെ അതിനാരും ന്യായീകരിക്കുന്നില്ല. അത് അയാൾക്ക് വന്ന കൈപ്പശവും അയാൾ സംഭവിച്ചത് എന്താണ്, ശ്വാസം മുട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ആംബുലൻസിൻ്റെ ആൾക്കാരോട് കളവ് പറഞ്ഞു, ആംബുലൻസിൻ്റെ ആൾ പറഞ്ഞതും വൃദ്ധയാണ് മരിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കളവ് പറയുന്ന ആളുകൾ ഒരു മടവൂർ കാപ്പിലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് തുടങ്ങിയാണ്ട് എന്തൊക്കെ കളവുകളിലൂടെയാണ് അദ്ദേഹം അതൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ഇയാൾ ഇവിടെ ഒരു സുന്നി സംഘടനൻ്റെ ആളൊന്നുമല്ല. സംഘടന ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തെരീക്കത്ത് കുരുവട്ടൂരി തെരീക്കത്തിന് അംഗീകരിക്കുന്ന ആളാണ്. ഇപ്പം അതിൻ്റെ ആളുകൾ ഓൽക്ക് വരും കണ്ടപ്പോൾ എന്താണല്ലോ അയാൾ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. അതായിട്ട് അതിൻ്റെ മുമ്പോട് പ്രസവിച്ചിരുന്ന ഇതിൻ്റെ മുമ്പൊക്കെ ഈ പ്രസവിച്ചിരുന്ന ആസ്പത്രിയിൽ നിന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനൊരു പുതിയ തെരീക്കത്തിലൂടെ കയറിയപ്പോൾ അങ്ങനെ ആയിരുന്നൊക്കെ പറയും. അത് എന്തോ ആവട്ടെ, അത് അയാളെ പാടായി. ഈ കാരണത്താൽ മുസ്ലിമീങ്ങളെയോ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ആരിഫിനെ പോലത്തെ ഒരു വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സത്യമായി ഇവിടെ പുലരട്ടെ, അതിൻ്റെ യഥാസ്ഥിതി ഇവിടെ പുറത്ത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാലമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ ശ്രദ്ധിച്ച് ജീവിച്ച് നല്ല നിലക്ക് മരിക്കാനും എല്ലാവരോടും സൗഹാർദ്ദത്തോടു കൂടെ പെരുമാറാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം നിങ്ങൾക്ക് ഗുണമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിലും നിങ്ങൾ അറിയിക്കുക.